അങ്ങനെ റിയൽമിയുടെ 10 സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു സീരീസിൽ നമുക്ക് 10 Pro അതുപോലെ തന്നെ 10 Pro പ്ലസ് ഈ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ മോഡൽസും കാര്യങ്ങളും വരാൻ പോകുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ചൈനയിലാണ്. അതുപോലെ തന്നെ റിയൽമി 10 മാത്രമാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രോ എഡിഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകെ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പം റിയൽമി പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഗ്ലോബലായിട്ടുള്ള റിലീസും കാര്യങ്ങളും അല്ലെങ്കിൽ ലോഞ്ച് ഇവൻ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ലോഞ്ചോ കാര്യങ്ങളൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഡേറ്റോ കാര്യങ്ങളൊന്നും ഇതുവരെയും ഷെയർ ചെയ്തിട്ടില്ല. എന്തായാലും നമുക്കിപ്പം റിയൽമി 10ൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 5G സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ടാണ് ഞാൻ റിയൽമി 10 5G എന്ന് എപ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സ്മാർട്ട് ഫോണും 5G ഉള്ള സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എന്തായാലും നമ്മൾ ഈ ഒരു റിയൽമി 10 5Gൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് തുടങ്ങാം. ഇപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ചൈനയിലുള്ള പ്രൈസ് മാത്രമാണ്. അത് നമ്മൾ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്തുള്ള പ്രൈസാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മുടെ 8GB 128GB സ്റ്റോറേജ് വേരിയൻറ്റിന് പ്രൈസ് വരുന്നത് ഏകദേശം 15,000 രൂപയായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ 8GB 256GB സ്റ്റോറേജ് വേരിയൻറ്റിന് വരുന്നത് 18,000 രൂപയായിരിക്കും എന്നുള്ളതാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതുവരെ ഈ ഒരു മോഡൽ നമ്മുടെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് പ്രൈസോ കാര്യങ്ങളൊന്നും അറിയാൻ കഴിയില്ല. ഇനിയിപ്പം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അത് ഇടുന്നതായിരിക്കും. അതുപോലെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 9i ഉണ്ടല്ലോ, അതായത് നമ്മുടെ റിയൽമി 9 ഉണ്ടല്ലോ, അതിൻ്റെ ഏകദേശം ആ ഒരു ഡിസൈനും കാര്യങ്ങളാണ് വരുന്നത്. അതായത് അതിൻ്റെ ബാക്കിലെ ക്യാമറയുടെ ബാക്ക് സൈഡിൽ ആ ഒരു സ്ക്വയർ ഉണ്ടല്ലോ, അതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ ഉള്ളത് ആ ഒരു ഡിസൈനും കാര്യങ്ങളുമാണ് നമ്മുടെ ഈ ഒരു റിയൽമി 10 5Gയിൽ വരാൻ പോകുന്നത്. അതുപോലെ ഇതിൻ്റെ നമുക്ക് കളർ ഓപ്ഷൻ കിട്ടുന്നത് 2 കളർ ഓപ്ഷനാണ് വരുന്നത്. ഒന്ന് ഗോൾഡും പിന്നെ ക്രിസ്റ്റൽ ബ്ലാക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള കളർ ഓപ്ഷനാണ് നമുക്ക് കിട്ടുന്നത്. ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് 6.6 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ നമ്മുടെ മാക്സിമം റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 90 Hz ആണ്. അതുപോലെ തന്നെ 180 Hzൻ്റെ ടച്ച് സാമ്പിളിംഗ് ഇതിന് സപ്പോർട്ടഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 401 ppi ആണ് പിക്സൽ ഡെൻസിറ്റി വരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ ബ്രൈറ്റ്നസ്, അതായത് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറയുന്നത് 400 nits ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്നത് ടോപ്പ് സൈഡിലായിട്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമുക്കിതിനകത്ത് സൈഡ് മൗണ്ടൻ ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. അപ്പം 9i അല്ലെങ്കിൽ 9 സീരീസിൽ നമുക്ക് ഓൺ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആയിരുന്നു. ഈ ഒരു മോഡലിൽ സൈഡിലാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളും വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് MediaTekൻ്റെ Dimensity 700 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് വൈഫൈ 5th ജനറേഷനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നുള്ളതെന്ന് പറയുന്നത് 8GB റാമാണ് ബേസ് മോഡൽ റാം. അതുപോലെ തന്നെ LPDDR4Xൻ്റെ ടൈപ്പാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നുള്ളതെന്ന് പറയുന്നത് UFS 2.2 ആണ് സ്റ്റോറേജ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബേസ് മോഡൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് 128GB ആണ്. അതുപോലെ തന്നെ ഹൈ ലെവലായിട്ടുള്ള സ്റ്റോറേജ് എന്ന് പറയുന്നത് 256GBയുടെ സ്റ്റോറേജ് വേരിയൻ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് Android 12 ആണ് വരുന്നത്. പിന്നെ നമ്മുടെ ഇതിൻ്റെ സ്കിന്ന് നോക്കുവാണെങ്കിൽ, അതായത് UI നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് റിയൽമി UI 3.0 ആണ് വരുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റിയൽമി 10 5Gയിൽ നമുക്ക് പവർഫുൾ ആയുള്ള ഒരു ബാറ്ററി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 5000 mAhൻ്റെ ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്, 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. അതുപോലെ ഇത് റിയൽമി 9 സീരീസിലും ഈ ഒരു 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആയിരുന്നു ഉള്ളത്. അപ്പോൾ ഇതിൽ വലിയ ഡിഫറൻസോ കാര്യങ്ങളൊന്നുമില്ല. ഇതിലും ഈ ഒരു 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ നമുക്ക് 3.5mm ഓഡിയോ ജാക്കും കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് സ്റ്റീരിയോ സ്പീക്കർ ആയിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഡ്യുവൽ സിം കാര്യങ്ങൾ സപ്പോർട്ടാണ്. അതുപോലെ നമുക്ക് മെമ്മറി കാർഡും ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി 10 5Gനെ കുറിച്ചുള്ള വീഡിയോ എന്ന് പറയുന്നത്. അതായത് ഫുൾ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും ഞാനിപ്പം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ബേസ് മോഡലിൻ്റെ സ്പെസിഫിക്കേഷൻ മാത്രമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോ ഉണ്ട്, അതുപോലെ പ്രോ പ്ലസ് ഉണ്ട്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് അറിയാനുണ്ട്. അപ്പം എൻ്റെ ഒരു കണ്ടത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പം നമ്മുടെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രോയും പ്രോ പ്ലസും അതുപോലെ ഈ ഒരു 10 5Gയും കൂടെ ഒരുമിച്ചായിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 5G ചൈനയിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് 5G അല്ല, ഈ ഒരു റിയൽമി 10 5G ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് 2 ദിവസം കഴിഞ്ഞാണ് ഈ ഒരു പ്രോയും പ്രോ വെർഷൻ പ്രോ പ്ലസും ഉണ്ടെന്നുള്ളത് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് എല്ലാം ഒരുമിച്ചായിരിക്കും അല്ലെങ്കിൽ ഒരേ ലൈനപ്പിലായിരിക്കും ഇത് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്. അപ്പം എന്തായാലും എന്താണ് നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം ഇതുപോലത്തെ കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടുപിടാം. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.